ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിലെ തങ്ങളുടെ മൂന്നാമത്തെ ഹോം മത്സരമായിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ചെന്നൈയിൻ എഫ്.സിക്കെതിരെ കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. 2019 ശേഷം ആദ്യമായി കൊണ്ടാണ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയോട് ഇപ്പോൾ പരാജയപ്പെടുന്നത്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ 16,000-ഓളം ആരാധകർ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ അത് കുറഞ്ഞു എന്നുള്ളതാണ്. 7,000-ഓളം ആരാധകരായിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ എത്തിയിരുന്നത്. ഇന്നലെ വീണ്ടും അറ്റൻഡൻസ് കുറഞ്ഞിട്ടുണ്ട്. അതായത് 6,435 ആരാധകരാണ് ഇന്നലത്തെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഓരോ മത്സരം കൂടുന്തോറും ആരാധകരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. ഈ വിഷയത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റില പ്രതികരിച്ചിട്ടുണ്ട്. അതായത്, നിലവിലെ അവസ്ഥയിൽ ഈ ആരാധകരെ തങ്ങൾ അർഹിക്കുന്നില്ല, സ്റ്റേഡിയം മുഴുവനും നിറക്കുന്ന ആരാധകരെ തങ്ങൾ അർഹിക്കുന്നില്ല എന്നാണ് ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ ആരാധകരും വന്നുകൊണ്ട് സ്റ്റേഡിയം മുഴുവനും നിറക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. കാരണം അത് ഞങ്ങൾ അർഹിക്കുന്നില്ല. തീർച്ചയായും ആരാധകർ നിരാശരാവും. അത് നോർമലായ കാര്യമാണ്. ഇതാണ് ഡേവിഡ് കാറ്റില ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. തുടർച്ചയായി 4 മത്സരങ്ങൾ പരാജയപ്പെട്ടു. ഈ അവസ്ഥയിൽ ആരാധകർ മത്സരം കാണാൻ വേണ്ടി ഒഴുകിയെത്തും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത് തങ്ങൾ അർഹിക്കുന്നില്ല എന്ന ഒരു റിയാലിറ്റി ഡേവിഡ് കാറ്റില ഇപ്പോൾ ഇവിടെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ഏതായാലും ആരാധകരുടെ എണ്ണം കുറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ വരുമാനത്തിൽ വലിയ ഇടിവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് മികവ് വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ ഇനിയും ആരാധകരെ നഷ്ടമാവാൻ തന്നെയാണ് സാധ്യത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.